സവാള ഇല്ലാത്ത നാടൻ വിഭവങ്ങൾ വളരെ ചുരുക്കമാണെന്ന് തന്നെ പറയാം. അടുക്കളയിൽ എപ്പോഴും ശേഖരിച്ചു വയ്ക്കുന്ന പച്ചക്കറികളിൽ ഒന്നാം സ്ഥാനം സവാളയ്ക്ക് തന്നെയാണ്. എന്നാൽ വാങ്ങുമ്പോൾ ഇല്ലെങ്കിൽ വാങ്ങി കുറച്ച് ദിവസം അടുക്കളയിൽ സൂക്ഷിക്കുന്ന സവാളയുടെ പുറത്തും അകത്തുമായി കറുത്ത പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നതായി ശ്രദ്ധിച്ചിട്ടില്ലേ? ഇത്തരത്തിൽ കാണുന്ന സവാള നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഇത് ആസ്പെർജില്ലസ് നൈഗർ എന്ന ഒരുതരം പൂപ്പലാണ്. പൊതുവെ മണ്ണിൽ കാണപ്പെടുന്ന ഈ പൂപ്പൽ ചെടികളെ ബാധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ കറുത്ത പൊടി പോലെ കാണുന്നത്. വിളകൾ വായുസഞ്ചാരം കുറവുള്ളതും ഈർപ്പമുള്ളതുമായ ഇടങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ ആ പൂപ്പൽ പെരുകുന്നു. ഇത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇവ അത്ര അപകടകാരി അല്ലെങ്കിലും ചിലരിൽ ഇത് ഛർദി, ഓക്കാനം, വയറുവേദന, തലവേദന, ഫംഗസ് അണുബാധ അല്ലെങ്കിൽ അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. താപനിലയിലെ മാറ്റമാണ് ഉള്ളിയിൽ പൂപ്പൽ രൂപപ്പെടാൻ കാരണം. സവാള തൊലി കളഞ്ഞ ശേഷം നന്നായി കഴുകി പൂപ്പൽ തൊലിപ്പുറത്ത് ഇല്ലെന്ന് ഉറപ്പാക്കുക. കഴുകിയ ശേഷവും പൂപ്പൽ മാറുന്നില്ലെങ്കിൽ അവ ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം സൂക്ഷ്മാണുകൾക്ക് പാകമാകുന്നതിനനുസരിച്ച് വിഷാംശമുള്ള ഉപോൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതേസമയം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലാക്കുന്നതിൽ മുതൽ ദഹനം മെച്ചപ്പെടുത്താൻ വരെ സവാള പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. സവാളയിലെ ആന്റി ഓക്സിഡന്റ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. സവാളയിലെ തന്മാത്രകൾ പാൻക്രിയാസ്, കരൾ, ചെറുകുടൽ, അഡിപ്പോസ് ടിഷ്യൂ എന്നിവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായതിനാൽ സവാള ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെയധികം സഹായിക്കും. സവാളയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ കുടലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ഫൈബറിന്റെയും പ്രീബയോട്ടിക്കുകളുടെയും ഉറവിടമാണിത്. സൾഫർ വളരെ കൂടുതലായതിനാൽ സവാള ആന്റി കർസിനോജിക് ഗുണങ്ങളാൽ സമ്പന്നമാണ്. സവാള ശരീരത്തിലെ അനാവശ്യ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും കുടൽ വൃത്തിയാക്കുകയും ദഹന വ്യവസ്ഥയെ ആരോഗ്യകരമായി നിലനിർത്തുകയും ചെയ്യും.